പ്രിയപ്പെട്ട ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യത പഠിതാക്കളെ, എൻ്റെ പേര് ശ്രീകുമാർ. ഞാനാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് വിഷയം പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നേരിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നത്. എത്രയും വേഗം നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കണോമിക്സ് ഒന്നാം വർഷം നമുക്ക് 2 പാർട്ടുകളായിട്ടാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ പാർട്ടിൽ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം, ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തെ പാർട്ടിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ്. ഒന്നാമത്തെ പാർട്ടിൽ 10 അധ്യായങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടാമത്തെ പാർട്ടിൽ 9 അധ്യായങ്ങളും കൂടി അങ്ങനെ 19 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ 2 പുസ്തകങ്ങളിലുമായിട്ടുള്ള ഈ 19 അധ്യായങ്ങളും നമുക്ക് തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കടന്നു പോകേണ്ടത്. ഇന്ത്യയുടെ സാമ്പത്തിക വികസനം ആ ഭാഗത്ത് നിന്ന് 45 മാർക്കിൻ്റെ ചോദ്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 35 മാർക്കിൻ്റെ ചോദ്യങ്ങളും എന്ന റേഷ്യോയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയ്ക്ക് 80 മാർക്കിലാണ് പരീക്ഷ എഴുതേണ്ടത്. ആ 80 മാർക്ക് എഴുത്ത് പരീക്ഷയുടെയും 20 മാർക്ക് നിരന്തര മൂല്യനിർണ്ണയം, CE, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അങ്ങനെയാണ് അതിൻ്റെ മാർക്ക്. ഒന്നാം വർഷം തുല്യതാ കോഴ്സിലുള്ള ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ മലയാളം 4 ഓപ്ഷൻ വിഷയങ്ങൾ, അങ്ങനെ 6 വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഈ 6 വിഷയങ്ങൾക്കും 80 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയും 20 മാർക്കിൻ്റെ നിരന്തര മൂല്യനിർണ്ണയവും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ എഴുത്തു പരീക്ഷയിൽ 80-ൽ അതിൻ്റെ 30%, 24 മാർക്ക് കിട്ടിയെങ്കിലേ നിങ്ങൾ ജയിച്ചതായി പ്രഖ്യാപിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പരാജിതരായി എന്നുള്ളതാണ് അർത്ഥം. ഈ CEക്ക് 20 മാർക്കിൽ എത്ര കിട്ടും എന്നുള്ളതല്ല, എഴുത്ത് പരീക്ഷയിൽ 80-ൽ 24 മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കുകയുള്ളൂ. അതിനോടൊപ്പം CEയുടെ മാർക്കൂടെ കൂട്ടണം. CEക്ക് 20 മാർക്ക്, അതായത് ആ ഓരോ വിഷയവും പഠിപ്പിക്കുന്ന അധ്യാപകൻ ഓരോ പഠിതാവിനെയും ആ പഠനാരംഭം മുതൽ വിലയിരുത്തുന്നു. അവരുടെ ഹാജർ, അവരുടെ പങ്ക്ച്വാലിറ്റി, അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുടെ അവരുടെ ഇടപെടൽ, അതുപോലെ തന്നെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുടർ പഠന പ്രവർത്തനങ്ങളിലുള്ള അവരുടെ പങ്കാളിത്തം, അതുപോലെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് പരീക്ഷ നടത്തുമ്പോൾ ആ ക്ലാസ് പരീക്ഷയിലെ അവരുടെ പ്രകടനം, ഇതെല്ലാം വിലയിരുത്തിയാണ് ഓരോ വിഷയത്തിനും 20 മാർക്ക് CE മാർക്ക്, നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്ത് 80 + 20 100 മാർക്കിലാണ് ഓരോ വിഷയത്തിനും ഓരോ വർഷവും പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 2 വർഷവും കൂടി 600-ഉം 1200-ലാണ് മാർക്ക്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുടെ സ്വഭാവവും രീതിയും അതിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വ്യക്തമാക്കാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിന് 10 അധ്യായങ്ങളാണുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക വികസനം. ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ കാലത്തെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക വികസനം, നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നുള്ളതിനെക്കുറിച്ചുള്ള നമുക്കൊരു ഏകദേശ ഒരു രൂപം കിട്ടിയെങ്കിൽ മാത്രമേ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക വികസനവും തുടർന്ന് ഇനി ഉണ്ടാകേണ്ട സാമ്പത്തിക വികസനത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ലക്ഷ്യമാക്കി തന്നെയാണ് നമ്മുടെ പാഠപുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു, ഇത് വേണം നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ. തുടർന്ന് വേണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ പ്ലാനിങ് തുടങ്ങി അതിന് ശേഷമുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു. 1990 വരെയുള്ള ഒരു സ്റ്റേജ്. 91-ലാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തുടങ്ങുന്നത്.
അപ്പോൾ 91 മുതലുള്ള സാമ്പത്തിക നമ്മുടെ രംഗത്ത് ഉണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തുടർന്ന് പഠിക്കണം. തുടർന്ന് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യയിലെ തൊഴിലിനെ കുറിച്ച്, അതുപോലെ പരിസ്ഥിതിയെയും സുസ്ഥിര വികസനത്തെയും കുറിച്ച്, അതുപോലെ തന്നെ ഈ അവസാനത്തെ അധ്യായമായിട്ട് ഇന്ത്യയെയും മറ്റയൽ രാജ്യങ്ങളെയും തമ്മിലൊരു താരതമ്യ പഠനം. ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. സ്വാതന്ത്ര്യലബ്ധിക്കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. നമുക്കറിയാം ബ്രിട്ടീഷുകാർ എന്നാണ് ഇന്ത്യയിൽ എത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തി. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ രാജ്യവുമായിട്ടുള്ള വ്യാപാരം, ഇതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്. ആ വ്യാപാരത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സ്ഥാപിച്ചു. നമ്മുടെ രാജ്യവുമായിട്ട് സുഗമമായിട്ടുള്ള വ്യാപാരങ്ങൾ നടത്തി. അങ്ങനെ കുടിയേറ്റക്കാരായിട്ട് വ്യാപാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാര് പിന്നീട് ചെയ്തത് എന്താണ്? അവർ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രാഷ്ട്രീയ അധികാരം പിടിച്ചടക്കി നമ്മുടെ രാജ്യം അവരുടെ അധീനതയിലാക്കുകയാണ് ചെയ്തത്. എന്നാണ് അതിന് തുടക്കം കുറിക്കുന്നത്? അല്ലെങ്കിൽ കോളനി ഭരണത്തിന് തുടക്കം കുറിക്കുന്ന കോളനി ഭരണം, കൊളോണിയൽ റൂള്, കുടിയേറ്റക്കാരായിട്ട് വന്ന് നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക അധികാരങ്ങൾ പിടിച്ചെടുത്ത് ഭരണം നടത്തുന്നതിനെയാണ് നമ്മൾ കോളനി വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ച ആരംഭിക്കുന്ന എന്നാണ്? അതിന് തുടക്കം കുറിക്കുന്ന 1757. 1757 പ്ലാസി യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് എന്ന യുവ സൈന്യാധിപൻ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ ബംഗാളിലെ പ്ലാസി എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗാൾ പിടിച്ചെടുത്തോടുകൂടിയാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 2 നൂറ്റാണ്ട്, 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള 2 നൂറ്റാണ്ട് കാലയളവിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയ ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? ഏറെക്കുറെ സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ, കാർഷിക മേഖലയിൽ സമ്പുഷ്ടമായ ഒരു ഉൽപാദനം, അതായത് നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മിച്ചമുള്ളത് നമുക്ക് കയറ്റുമതി ചെയ്യാനും കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കരകൗശല കുടിൽ വ്യവസായങ്ങൾ, പരുത്തിയിലും കമ്പിളിയിലും രോമത്തിലും നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ, രത്നം, മുത്ത്, ലോഹത്തിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ, കൈകൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങൾ, ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കൾക്ക് വളരെ കീർത്തി കേട്ട ഒരു അവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കരകൗശല വസ്തുക്കളും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തുകയും പല വിദേശ രാജ്യങ്ങളുമായിട്ട് നമുക്ക് വ്യാപാരം നടത്തുകയും, അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറെക്കുറെ ഒരു സമ്പുഷ്ടമായ ഒരു ജീവിത രീതിയും സമ്പദ് വ്യവസ്ഥയുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് അവരുടെ കോളനി വാഴ്ച തുടങ്ങിയോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോണത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായി വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല. അവരുടെ ലക്ഷ്യം എന്താണ്? ബ്രിട്ടന്റെ സാമ്പത്തിക വികസനം എങ്ങനെ ദ്രുതഗതിയിൽ നടപ്പാക്കാം, എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ബ്രിട്ടന്റെ സാമ്പത്തിക വികസനം നടപ്പാക്കാം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ഈ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ ഇന്ത്യയിൽ 2 നയങ്ങളാണ് അവർ സ്വീകരിച്ചത്. ഒന്ന്, ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെ
ഉറവിടമായിട്ട് ഇന്ത്യയെ മാറ്റുക. ഇതായിരുന്നു ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന യന്ത്രവൽകൃത ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന നിരവധി വസ്തുക്കളുടെ, നിരവധി ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായി ഇന്ത്യയെ മാറ്റുക. ഇതായിരുന്നു അവരുടെ നയം, അവർ ഇന്ത്യയിൽ അനുവർത്തിച്ച നയം. അവർ ഈ നയം അനുവർത്തിച്ചതോടുകൂടി എന്താണ് ഇവിടെ സംഭവിച്ചത്? വളരെ വർഷങ്ങൾ ആയി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കരകൗശല വ്യവസായങ്ങൾ തകർന്നടിഞ്ഞു. എങ്ങനെ? ഇവിടെ നിന്ന് ഈ കരകൗശല വ്യവസായങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അസംസ്കൃത വിഭവങ്ങൾ മുഴുവനായിട്ട് അവരവരുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ഒന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, അവിടെ നിർമ്മിച്ച, ബ്രിട്ടനിൽ നിർമ്മിച്ച യന്ത്രവൽകൃത ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ കമ്പോളങ്ങൾ യഥേഷ്ടം വിൽപ്പന നടത്തുന്നതോടുകൂടി ഇന്ത്യയിലെ കരകൗശല ഉൽപ്പന്നങ്ങൾക്ക്, ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റില്ലാതെ, കമ്പോളമില്ലാതെ മാറുകയും ഈ വ്യവസായങ്ങൾ, തദ്ദേശീയമായിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ കരകൗശല കുടിൽ വ്യവസായങ്ങൾ തകരുകയുമാണ് ഉണ്ടായത്. തുടർന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? ലക്ഷോപലക്ഷം ജനങ്ങൾക്ക്, ഇന്ത്യയിലെ കരകൗശല കുടിൽ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ തൊഴിൽ നഷ്ടമായി, അവരുടെ വരുമാന മാർഗം നിലച്ചു. ഇതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലുണ്ടായ, നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, നമ്മുടെ കാർഷിക മേഖല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മുടെ വ്യവസായ മേഖല ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയും സ്തംഭനാവസ്ഥയിലായി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ജന്മിമാരെ ഏൽപ്പിച്ചു. ജന്മിമാരെന്ത് ചെയ്തു? അത് കർഷകരെ, കൃഷി ചെയ്യുന്ന കർഷകരെ അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. ആ കർഷകർക്കിടയ്ക്ക് ഉണ്ടായിരുന്ന നികുതി സമ്പ്രദായങ്ങൾ, 3 രീതിയിലുള്ള നികുതി സമ്പ്രദായങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ജമീന്ദാരി സമ്പ്രദായം ഒന്ന്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജമീന്ദാർമാർക്ക്, ജന്മിമാർക്ക് ഒരു നികുതി നിശ്ചയിക്കുക. കാർഷിക, അവർക്ക് കൊടുത്തിരിക്കുന്ന കാർഷിക ഭൂമിക്ക് ഒരു നികുതി ചുമത്തി ജന്മിമാരെ ഏൽപ്പിക്കുക. ജന്മിമാർ ആ നികുതി കറക്റ്റായിട്ട് അടച്ചുകൊള്ളുക. ഇതാണ് ജമീന്ദാരി സമ്പ്രദായം. മറ്റൊന്ന് റൈറ്റ് വാരി സമ്പ്രദായം. അതായത് കർഷകരിൽ നിന്ന് നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ്, റൈറ്റ് എന്ന് പറഞ്ഞ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായത്തെയാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതായിരുന്നു മറ്റൊരു നികുതി പിരിവ് സമ്പ്രദായം. ഇനി വേറൊരു നികുതി പിരിവ് സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം. ഓരോ കർഷക പ്രദേശങ്ങളെയും ഓരോ ഗ്രാമമായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രാമത്തിനും ബ്രിട്ടീഷുകാർ ഓരോ നികുതി ചുമത്തുക. എന്നിട്ട് ആ ഗ്രാമത്തിൽ നിന്നും ആ നിശ്ചയിച്ച നികുതി പിരിച്ചെടുക്കുക. ഇതിനാണ് മഹൽവാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ജമീന്ദാരി സമ്പ്രദായം പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ബംഗാൾ പ്രവിശ്യയിലായിരുന്നുവെങ്കിൽ റൈറ്റ് വാരി സമ്പ്രദായം മുഖ്യമായും ഏർപ്പെടുത്തിയിരുന്നത് മദ്രാസ് പ്രവിശ്യയിലായിരുന്നു. മഹൽവാരി സമ്പ്രദായം മുഖ്യമായിട്ടും വടക്കേ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലായിരുന്നു അവർ പ്രാവർത്തികമാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഈ നികുതി സമ്പ്രദായം കർഷകർക്ക്, കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വലിയൊരു ഭാരമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത്, കോളനി വാഴ്ചക്കാലത്ത് കാർഷിക മേഖല സ്തംഭനത്തിലായി എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ നമുക്കൊന്നായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് പറയാൻ കഴിയും, ചൂഷണാത്മകമായ നികുതി സമ്പ്രദായം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ചൂഷണാത്മകമായ നികുതി സമ്പ്രദായമാണ് കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള മുഖ്യമായ കാരണം. ഇനി മറ്റൊന്ന്, കാർഷിക മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഹരണപ്പെട്ട കൃഷിരീതി. ആധുനികമായ കാർഷിക സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ യന്ത്രസാമഗ്രികളോ ഒന്നും കാർഷിക മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. പഴഞ്ചൻ കാലഹരണപ്പെട്ട കൃഷി സമ്പ്രദായമായിരുന്നു കാർഷിക മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കാർഷിക മേഖലയുടെ സമ്പ്രദായത്തേക്കുള്ള മറ്റൊരു കാരണമായിരുന്നു. ഇനി മറ്റൊന്ന്, ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തത. ബ്രിട്ടീഷ് ഭരണകാലത്തെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള മറ്റൊരു കാരണമാണ് ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തത. ഇനി മറ്റൊന്ന്, വളപ്രയോഗത്തിന്റെ അപര്യാപ്തത. അത് എടുത്തു പറയേണ്ട കാര്യമാണ്.
കൃഷിഭൂമിയുടെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ വളപ്രയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ കൃഷിഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള സർക്കാരോ ജന്മിമാരോ യാതൊന്നും ചെയ്തില്ല. അവർക്ക് ഒറ്റ ലക്ഷ്യം നികുതി പിരിച്ചെടുക്കുക എന്ന് മാത്രം. അപ്പോൾ ഈ വളപ്രയോഗത്തിന്റെ അപര്യാപ്തത കൊണ്ട് തുടർച്ചയായിട്ടുള്ള കൃഷി ചെയ്തിരുന്ന ആ ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയുടെ ഉൽപാദനം കുറഞ്ഞു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ കാർഷിക മേഖല സ്തംഭനത്തിലായി. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. എന്താണ് അതിന്റെ അർത്ഥം? കർഷകര് കൃഷിഭൂമിയിൽ ആവശ്യമായ ഭക്ഷ്യവിളകൾ യഥേഷ്ടം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ബ്രിട്ടീഷ് ഭരണ പുരോഗതി പ്രാപിക്കും തോറും ഇവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കർഷകർ കൃഷിഭൂമിയിൽ വാണിജ്യം ലക്ഷ്യമാക്കി ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് മാറി. ഭക്ഷ്യവിളകളുടെ സ്ഥാനത്ത് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാര് ഇത് അവരുടെ പെട്ടെന്ന് അവർ വിലക്കെടുത്ത് അത് അവരുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ രാജ്യത്തെ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് നല്ല വിലയും കിട്ടും. അപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് കർഷകർ ക്രമേണ ഭക്ഷ്യവിളകളിൽ നിന്നും ഉൽപാദനം നാണ്യവിളകളിലേക്ക് മാറുന്ന ഒരു അവസരമുണ്ടായി. ഇതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. വാണിജ്യം ലക്ഷ്യമാക്കി കർഷകർ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ നിന്ന് വാണിജ്യ വിളകളുടെ ഉൽപാദനത്തിലേക്ക് മാറുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇതുകൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ദൂഷ്യം എന്താണ്? ഭക്ഷ്യ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തമായിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി എന്തുണ്ടായി? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ ക്ഷാമമുണ്ടായി. അത് ദാരിദ്ര്യത്തിലേക്കും ജനങ്ങൾ പട്ടിണിയിലേക്കും വൻതോതിൽ മാറുന്ന ഒരു അവസ്ഥയാണ് ഇതുകൊണ്ട് ഉണ്ടായത് എന്ന് പറയാൻ കഴിയും. അപ്പൊ ഇതാണ് നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തെ പൊതുവായിട്ട് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക നയം, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടായ അവസ്ഥ. ഇനി വ്യവസായ മേഖല പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ബ്രിട്ടീഷുകാരുടെ നയമെന്ന് പറയുന്നത് അവരുടെ ബ്രിട്ടന്റെ വ്യവസായ പുരോഗതി, ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതി, അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്നത്രയും അസംസ്കൃത വിഭവങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രങ്ങളാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ കമ്പോളത്തിൽ യഥേഷ്ടം വിൽപ്പന ചെയ്തതോടുകൂടി തദ്ദേശീയമായിരുന്ന ഇന്ത്യൻ വ്യവസായങ്ങൾ തകർന്നു. ഇന്ത്യയിൽ കേൾവി കേട്ടിരുന്ന, ഇന്ത്യയിലെ ഏറ്റവും അധികം ജനങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യവസായങ്ങളിലെ കരകൗശല അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളിലെ ജനങ്ങൾ അവരുടെ വരുമാനം നിലച്ചു, പട്ടിണിയായി. കരകൗശല കുടിൽ വ്യവസായങ്ങൾ തകർന്നു. ഇതാണ് സംഭവിച്ചത്. ഇനിയോ വ്യവസായങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഉപഭോക്തൃ ഉൽപ്പന്ന വ്യവസായങ്ങളെന്നും മൂലധന വസ്തു നിർമ്മിത വ്യവസായങ്ങളെന്നും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസും ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസും. ഉപഭോക്തൃ ഉൽപ്പന്ന നിർമ്മിത വ്യവസായം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയാണ് ഉപഭോക്തൃ ഉൽപ്പന്ന നിർമ്മിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ മൂലധന വസ്തുക്കളുടെ നിർമ്മിത വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയാണ് മൂലധന വസ്തു നിർമ്മിതി വ്യവസായങ്ങൾ അഥവാ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ടൊക്കെ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ്, അതായത് ഉപഭോക്തൃ ഉൽപ്പന്ന വ്യവസായങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുകയും ചെറിയ തോതിലൊക്കെ വികസിക്കുകയും ചെയ്തെങ്കിലും മൂലധന വസ്തു നിർമ്മിതി വ്യവസായങ്ങളുടെ ആരംഭത്തിനോ അവയുടെ പുരോഗതിക്കോ അല്ലെങ്കിൽ അവയുടെ വ്യാപനത്തിനോ ബ്രിട്ടീഷ് ഗവൺമെന്റ് യാതൊരു താല്പര്യവും എടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്, അതായത് മൂലധന വസ്തു നിർമ്മിതി വ്യവസായങ്ങൾ ഉണ്ടായില്ല. അല്ലെങ്കിൽ അവരുടെ
ആ വ്യവസായങ്ങളുടെ തുടക്കം പരിമിതമായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ആ കാലത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1907 ഇന്ത്യൻ വ്യവസായിയായിരുന്ന ജാംഷഡ്ജി ടാറ്റ ബീഹാറിലെ ജാംഷഡ്പൂരിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എന്ന ഒരു വ്യവസായ സ്ഥാപനം, ഒരു മൂലധന വസ്തു നിർമ്മിതി വ്യവസായം ആരംഭിച്ചു. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ എടുത്തു പറയേണ്ട ഒരു ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി. ഇന്ത്യക്കാരനായ ജാംഷഡ്ജി ടാറ്റ 1907 ബീഹാറിലെ ജാംഷഡ്പൂരില്, ഇന്ന് ആ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം രണ്ടായപ്പോൾ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ജാംഷഡ്പൂർ. ഇന്ന് ടിസ്കോ എന്ന് പറയുന്ന ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിലാണ്. അങ്ങനെ വ്യവസായ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ കരകൗശല കുടിൽ വ്യവസായങ്ങൾ തകർന്നു. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്, മൂലധന നിർമ്മിതി വ്യവസായങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഉണ്ടാകാത്ത കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലം. അതിലെടുത്തു പറയേണ്ടത് 1907 ഇന്ത്യൻ വ്യവസായിയായിരുന്ന ജാംഷഡ്ജി ടാറ്റ ഇന്ത്യയിൽ ബീഹാറിലെ ജാംഷഡ്പൂരിൽ ഒരു മൂലധന വസ്തു നിർമ്മിതി വ്യവസായം, ഒരു ഇരുമ്പുരുക്കുശാല നിർമ്മിക്ക് തുടക്കം കുറിച്ചു. അതാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇതാണ് നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തെ വ്യവസായങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.